ദൈവം സ്നേഹവാനാണ്. ദൈവം നീതിമാനാണ്. ദൈവം കരുതുന്നവനാണ്. ദൈവം ദീർഘക്ഷമയുള്ളവനാണ്. ദൈവം പരിപാലിക്കുന്നവനാണ്. ദൈവം നമ്മളെ എല്ലാവരെയും സ്നേഹിക്കുന്നു. നമ്മളെല്ലാവരും പാപം ചെയ്യാതെ ജീവിക്കണം. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. യേശു അപ്പച്ചൻ ആഗ്രഹിക്കുന്നത് നമ്മൾ നല്ലതായി ജീവിക്കാനാണ്. യേശുവിനെ കൈക്കൊണ്ട യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും രക്ഷ പ്രാപിക്കും. യേശുവിൽ നോക്കുന്നവർ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. അവരുടെ മുഖം പ്രകാശമാകും. ദൈവം വെളിച്ചമാകുന്നു. അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. ഞാനല്ലാതെ വേറെ അന്യ ദൈവങ്ങളും ഉണ്ടാവരുത്. ഞാനൊരു കഥ പറയാൻ പോവാണ് കൂട്ടുകാരെ. അതൊരു പ്രവാചകൻ്റെ കഥയാണ്. ഒരിക്കൽ ഒരു പ്രവാചകനുണ്ടായിരുന്നു. ആ പ്രവാചകൻ്റെ പേരെന്താണെന്നറിയാമോ കൂട്ടുകാരെ? എലീശ പ്രവാചകൻ എന്നായിരുന്നു. അത് യേശുവിൻ്റെ പ്രിയ മകനായിരുന്നു. ഒരിക്കൽ ആ പ്രവാചകൻ ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ അപ്പുറത്ത് കുറേ കുട്ടികൾ വന്ന് എലീശ പ്രവാചകനെ കളിയാക്കി. എന്താ കളിയാക്കി എന്നറിയാമോ കൂട്ടുകാരെ? മുട്ടത്തലയ 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 എന്നും വിളിച്ച് കളിയാക്കി. അപ്പോൾ എലീശ പ്രവാചകന് ദേഷ്യം വന്ന് ആ കുട്ടികളെ നോക്കി ശപിച്ചു. അപ്പോൾ 3 കരടികൾ വന്ന് ആ കുട്ടികളെ കടിച്ച് കീറി അങ്ങനെ കൊന്നു. അങ്ങനെ എലീശ പ്രവാചകൻ നടന്നുപോയി വേലയൊക്കെ ചെയ്തു. ഇതിൽ നിന്ന് എന്താ മനസ്സിലായ കൂട്ടുകാരെ? മുതിർന്നവരെ ബഹുമാനിക്കണം. കളിയാക്കാൻ പാടില്ല. അനുസരിക്കണം. അതിന് ദൈവം നിങ്ങളെ കാത്തിരിക്കട്ടെ, സഹായിക്കട്ടെ.